സംസ്ഥാനത്ത് വേനൽ മഴ തുടരാൻ സാധ്യത. വ്യാഴാഴ്ച മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അതേസമയം ഇന്ന് തിരുവനന്തപുരം നഗരത്തിലും കൊല്ലത്തും വേനൽ മഴ പെയ്തു. വേനൽ മഴയിൽ മണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും വൻതോതിൽ ആലിപ്പഴ വീഴ്ചയുണ്ടായി. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിശക്തമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. അതിന് ശമനമാവാൻ പോവുകയാണോ? അമൃത, ഒന്ന് അതികഠിനമായ ചൂട്, മറ്റൊന്ന് സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണം. ഇതിന് രണ്ടിനും പരിഹാരം വേണമെങ്കിൽ വേനൽമഴ ലഭിക്കണം. സംസ്ഥാനത്തിന് ആശ്വാസമായി വേനൽമഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നുകൂടി ഉയർന്ന താപനില മുന്നറിയിപ്പ് ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ വേനൽ മഴ കൂടി ശക്തമാകും എന്ന മുന്നറിയിപ്പ് കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വ്യാഴാഴ്ച മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. വ്യാഴാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. ശനിയാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വേനൽ മഴ ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലകളിൽ ശക്തമാകാനാണ് സാധ്യത. അത് മാത്രമല്ല, വേനൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കൂടി സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പ് കൂടി, അതായത് ഇടിമിന്നൽ ജാഗ്രതാ മുന്നറിയിപ്പ് കൂടി പാലിക്കണം എന്നതുകൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, വേനൽ മഴ അധികമായി ലഭിച്ചാൽ സംസ്ഥാനത്ത് നിലവിലെ വൈദ്യുതി പ്രതിസന്ധി ഒഴിവാക്കാനാകുമെന്ന് KEC വിലയിരുത്തുന്നുണ്ട്. അതായത് ആഭ്യന്തര ഉൽപാദനം ഇപ്പോൾ പ്രതിസന്ധി നേരിടുകയാണ്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.